മെഗർഷോം ടി വി യുക്മ സ്റ്റാർ സിംഗർ സീസൺ 2 ചടുല ഗാനങ്ങൾ റൗണ്ടിലേക്ക് അടുത്തതായി വരാൻ പോകുന്ന കണ്ടസ്റ്റന്റ് അനു ചന്ദ്ര. അനു, ഏത് പാട്ടാണ് പാടുന്നത്? ആരാണ് അത് പാടിയിരിക്കുന്നത്? ഞാൻ പാടുന്നത് റീമിക്സ് വേർഷൻ ആണ്, ലേറ്റസ്റ്റ് വേർഷൻ. അത് സുനിധി ചൗഹാൻ ആണ്. ഓക്കെ. പഴയ പാട്ട് ശരിക്കുള്ള ഒറിജിനൽ വേർഷൻ പാടിയിരിക്കുന്ന ആശാ ഭോസ്ലെ. റീമിക്സിനാണോ അതോ പഴയ വേർഷൻ ആയിരുന്നോ? ബീറ്റ് കൂടുതൽ ബീറ്റ് കൂടുതൽ പുതിയ വേർഷൻ തന്നെയാണ്. അപ്പൊ ചടുല ഗാനങ്ങൾ റൗണ്ടിൽ പറ്റിയ പാട്ടാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പാടുക. ये मेरा दिल प्यार का दीवाना, दीवाना दीवाना प्यार का परवाना, आता है मुझको प्यार में जल जाना, मुश्किल है प्यारे तेरा बच के जाना, ये मेरा दिल प्यार का दीवाना, ये मेरा दिल प्यार का दीवाना. दिल वो चाहे जिसे उसे पाए, प्यार वो यार के जो नाम पे ही मिट जाए, दिल वो चाहे जिसे उसे पाए, प्यार वो यार के जो नाम पे ही मिट जाए, जान के बदले में जान लूं नजराना, ये मेरा दिल प्यार का दीवाना, दीवाना दीवाना प्यार का परवाना. पल पल एक हलचल, दिल में एक तूफान है, आने को है वो मंजिल जिसका मुझे अरमां है, पल पल एक हलचल, दिल में एक तूफान है, आने को है वो मंजिल जिसका मुझे दिखना है, भूल जा तुझका दिल का ये टकराना, ये मेरा दिल प्यार का दीवाना, दीवाना दीवाना प्यार का परवाना, आता है मुझको प्यार में जल जाना, मुश्किल है प्यारे तेरा बच के जाना, ये मेरा दिल प्यार का दीवाना, ये मेरा दिल प्यार का दीवाना.
ഹലോ അനു, ഹലോ. സൂപ്പർ ആയിട്ട് പാടി, താങ്ക് യു. അടിപൊളി. ഒരു കൈയടി. താങ്ക് യു. എങ്ങനെ തോന്നുന്നു? ഞാൻ എൻജോയ് ചെയ്താ പാടിയ. അതാണല്ലോ സ്വയം വേണ്ടത്. നമ്മൾ പാടുമ്പോൾ നമ്മൾ സ്വയം എൻജോയ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ പാട്ട് നന്നായി പുറത്തേക്ക് പോവുള്ളൂ. എന്തായാലും ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ ജഡ്ജസിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. സണ്ണി സാർ. അനു, എന്തോ? നന്നായിട്ട് എൻജോയ് ചെയ്ത് പാടി അല്ലേ? എൻജോയ് ചെയ്താ പാടി. എനിക്കും ഈ പാട്ട് നന്നായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. നന്നായിരുന്നു. പിന്നെ എനിക്ക് പറയാനായിട്ട് ഇതിൻ്റെ ഹിന്ദിയുടെ ആ പ്രൊനൗൺസിയേഷൻ ഇച്ചിരി കടുപ്പം കൂടി പോയോ ചില പദങ്ങൾക്ക് എന്നൊരു ചെറിയ സംശയമില്ലായില്ല. ആ ലിറിക്സ്, ചരണത്തിന്റെ ലിറിക്സ് ചില തെറ്റിപ്പോയി. ഭാഗങ്ങളിൽ അങ്ങനെ ഒരു ചില തെറ്റുകളൊക്കെ വന്നിട്ടായിട്ട് തോന്നുന്നു. പിന്നെ ടോട്ടലി നല്ലതായിരുന്നു. നല്ലൊരു എനർജി ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എനർജി ക്രിയേറ്റീവ് ആയിരുന്നു. നല്ല ക്രിയേറ്റിവിറ്റി കിട്ടിയിട്ടുണ്ട് അതിന്. ഫഹദ് പ്ലീസ്. ഹായ് അനു, ഹലോ. കൊള്ളായിരുന്നു കേട്ടോ പെർഫോമൻസ്. താങ്ക് യു. ഓവറോൾ നന്നായിരുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. യേ മേരാ ദിൽ യാർ കാ ദീവാന, അവിടെ നിൽക്കണം, അങ്ങനെ പോരുത്. ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. ശരിയാ. യേ മേരാ ദിൽ യാർ കാ ദീവാന ആതാ ഹൈ മുझको പ്യാർ മേ ജൽ ജാനാ. ഈ സ്റ്റൈല് വരണം. അങ്ങനത്തെ ഒരു പാട്ടാണത്. ഓക്കെ. Is it यार का दीवाना और प्यार का दीवाना? ലിറിക്സ് ചെക്ക് ചെയ്തപ്പോൾ പലയിടത്തും പലത് എഴുതിയിട്ടുള്ളത്. ചില സൈറ്റിൽ യാർന്നും ചില സൈറ്റിൽ പ്യാർന്നുമാണ്. അപ്പൊ ഞാൻ പ്യാർന്നാണ് പാടിയേ. ഞാനൊക്കെ ഇതുവരെ പാടിയിരുന്നത് യാർക്ക. എനിക്ക് ഞാൻ ഇപ്പം കൺഫ്യൂസ് ആയി. അതെ, എനിക്കും അത് കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം പലയിടത്തും യൂട്യൂബിൽ ചെക്ക് ചെയ്യുവാണെങ്കിലും രണ്ടും കണ്ടു. പിന്നെ ചരണത്തില് ലിറിക്സ് ലിറിക്സ് അറിയാലോ, ഞാൻ പറയുന്നില്ല അത് തെറ്റിപ്പോയി കേട്ടോ. ആ സ്റ്റൈല് മാത്രം ഒന്നുകൂടി നോക്കി. ഇതെന്റെ ഒരു ഫസ്റ്റ് ട്രൈ ആയിരുന്നു. ഫാസ്റ്റ് നമ്പർ. ഇറ്റ്സ് റിയലി ഗുഡ്. താങ്ക് യു സോ മച്ച്. പിന്നെ ശ്രുതിന്റെ കാര്യങ്ങളും ഓക്കെ. നമ്മൾ ഫാസ്റ്റ് നമ്പർ ആയാലും ശരി, മെലോഡിയസ് സോങ്സ് ആയാലും ശരി, ശ്രുതിയില്ലേ, ശ്രുതി അതിന് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ എങ്ങനെ ഡാൻസ് ചെയ്താലും എന്ത് ചെയ്താലും ശ്രുതി പോകാൻ പാടില്ല. ശ്രുതി ചെവിയിലും തൊണ്ടയിലും എപ്പോഴും ഉണ്ടാണ് ശ്രുതി. അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് നമുക്ക് നോക്കാം അല്ലേ? സണ്ണി സാർ. അനുവിൻ്റെ പാട്ടിനെ സ്വയം വിലയിരുത്തിയാൽ ഈ ഫസ്റ്റ് ആദ്യം പാടുക എന്നല്ലേ പറഞ്ഞത്, നമുക്ക് ഡിസർവ് ചെയ്യുന്നത് എത്രയാണെന്ന് നമുക്ക് എത്ര തോന്നുന്നു? എനിക്ക് 45 അബവ് മേടിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു ഡിപ്ലോമാറ്റിക് ആൻസർ ആയി. ഞാൻ ഇവിടുന്ന് വരുന്നതിന് മുന്നേ ഞാൻ അങ്ങനെ പാടണമെന്ന് കരുതിയാ വന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ പോലെ ശ്രുതികളിൽ അവിടെ ഇവിടെയും നേരിയ പാളിച്ചകൾ ഉണ്ടെങ്കിലും ഞാനത് പരിഗണിച്ചില്ല. കാരണം ഫാസ്റ്റ് റൗണ്ട് ആയപ്പോഴത്തേക്ക് അത്രയും പരിഗണന കൊടുക്കണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ അദ്ദേഹം പറഞ്ഞതാണ് അതിന്റെ ശരി. ശ്രുതി ഇപ്പൊ ഫാസ്റ്റ് പാടിയാലും, അപ്പം ഞങ്ങൾ സാധാരണ ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുമ്പോഴത്തേക്ക് 1-ാം കാലം പാടിയാലും 4-ാം കാലം പാടിയാലും 5-ാം കാലം പാടിയാലും ഈ നോട്ടുകൾ പോയാൽ ശ്രുതി കറക്റ്റായിട്ട് ഞാൻ പഠിപ്പിക്കുള്ളൂ, എങ്കിലും ശരിയാവുള്ളൂ. കാരണം എത്ര കാലം ഏത് സ്പീഡ് പാടിയോ നമുക്ക് ശ്രുതി ഒരിക്കലും വിട്ടുപോലെ. ശ്രുതിയും താളവും ഇല്ലാത്ത സംഗീതമില്ല. അനുവിന് തരാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് 42 മാർക്ക്. താങ്ക് യു സർ. ഫഹദ്. ഞാൻ ഒരു മാർക്ക് കുറച്ചിട്ടിട്ടുണ്ട്, 41. താങ്ക് യു സർ. അടിപൊളി, നല്ല മാർക്കാണ് അല്ലേ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് ജഡ്ജസ്.